നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. എം ശിവശങ്കറിന് ശേഷം ഡോക്ടർ കെ വാസുകിയെ പിണറായി വിജയൻ സ്വന്തം മകളുടെ ചാവേറാക്കുമോ? വിദേശകാര്യ സെക്രട്ടറിയായി ഡോക്ടർ കെ വാസുകി IAS-നെ നിയമിച്ച നീക്കം മകളുടെ ബിസിനസ് സംരംഭങ്ങളെ സഹായിക്കാനാണെന്ന സംശയമാണ് സർക്കാർ CPM തലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് സർക്കാർ ഉന്നതർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. സംഭവം വിവാദമായതോടെ ഉത്തരവ് മരവിപ്പിക്കാൻ പിണറായി സർക്കാർ നീക്കം തുടങ്ങി. ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണി കിട്ടുമെന്ന് വ്യക്തമായിട്ടുണ്ട്. വിദേശകാര്യ വകുപ്പ് രൂപീകരിക്കാൻ കേരളം മറ്റൊരു രാജ്യമല്ല. കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് സംസ്ഥാനത്ത് വിദേശകാര്യം നോക്കാൻ സെക്രട്ടറിയെ നിയമിച്ച പിണറായി സർക്കാരിന്റെ നടപടി ഭരണഘടനയുടെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാക്കുന്ന രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന ഒന്നാണ് പിണറായി സർക്കാരിന്റെ നടപടി. തൊഴിൽ വകുപ്പ് നോർക്ക സെക്രട്ടറി ഡോക്ടർ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച ഈ 15-നാണ് പൊതുഭരണ വകുപ്പ് പൊളിറ്റിക്കൽ വിഭാഗം വിവാദ ഉത്തരവിറക്കിയത്. നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല കെ വാസുകി വഹിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുമെന്നും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വിദേശകാര്യ മന്ത്രാലയം വിവിധ വിദേശ മിഷനുകൾ, എംബസികളുമായുള്ള ബന്ധപ്പെടൽ തുടങ്ങിയ വിദേശ സഹകരണ കാര്യങ്ങളിൽ സഹായിക്കണമെന്നും ഉത്തരവിലുണ്ട്. നിലവിൽ സെക്രട്ടറി പദവിയിലുള്ള ആൾക്ക് മറ്റൊരു വകുപ്പിന്റെ അധിക ചുമതല നൽകുന്നത് ആ വകുപ്പിന്റെ സെക്രട്ടറി പദവി നൽകുന്നതിന് തുല്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിധിയിലുള്ളതാണ് വിദേശകാര്യം. അതിൽ സെക്രട്ടറിയെ നിയമിക്കാനോ മറ്റു രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനോ സംസ്ഥാന സർക്കാരിന് നിയമപരമായി അധികാരമില്ല. ഭരണഘടനാ പ്രകാരം പൂർണ്ണ ചുമതല വിദേശകാര്യ മന്ത്രാലയത്തിനാണ്. അതായത് ഭരണഘടന വരെ ലംഘിച്ചാണ് വിദേശകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു സംസ്ഥാനം സെക്രട്ടറിയെ നിയമിച്ചത്. വാസുകിയെ മെയ് 22-നാണ് നോർക്ക റൂട്ട്സിന്റെ സെക്രട്ടറിയാക്കി ഉത്തരവിറക്കിയത്. പിന്നാലെ വിദേശകാര്യ ഏകോപനത്തിന് ചുമതല കൂടി നൽകുകയായിരുന്നു. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നടപടികളാണ് ഭരണതലത്തിൽ ഉണ്ടാകുന്നതെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥരും പ്രതികരിച്ചിട്ടുണ്ട്. 2021-ൽ മുൻ IFS ഉദ്യോഗസ്ഥൻ വേണു രാജാമണിക്ക് ചീഫ് സെക്രട്ടറിയുടെ പദവി നൽകി സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ഡൽഹിയിൽ നിയമിച്ചിരുന്നു. വാസുകിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കാനായിരുന്നു നിയമനം. എന്നാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർക്ക് കഴിഞ്ഞത്. പിന്നാലെ വേണു രാജാമണിയെ പദവിയിൽ നിന്ന് മാറ്റി. അതിനുശേഷമാണ് വാസുകിയെ നിയമിച്ചത്. നേരത്തെയും പിണറായി സർക്കാർ വിദേശകാര്യ ചട്ടങ്ങൾ ലംഘിച്ചത് വിവാദമായിരുന്നു. UAE കോൺസുലേറ്റുമായുള്ള ബന്ധങ്ങൾ, UAE റെഡ് ക്രസന്റ് സൊസൈറ്റിയിൽ നിന്ന് വീട് നിർമ്മാണത്തിന് പണം എത്തിച്ചതും നോമ്പിന് സക്കാത്ത് നൽകിയതും ഖുറാൻ എത്തിച്ചതും ഏറെ വിവാദമായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യ ചട്ട ലംഘനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ വിദേശകാര്യ വകുപ്പിൽ സംസ്ഥാനത്തിന് ചുമതലയില്ലെന്നും വ്യക്തമാക്കിയതുമാണ്. എന്നിട്ട് വിദേശകാര്യ വകുപ്പ് രൂപീകരിച്ചു. കേരള സർക്കാർ വിദേശകാര്യ മന്ത്രാലയം രൂപീകരിക്കുന്നു എന്ന വാർത്ത കേന്ദ്ര സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും ധൈര്യമോ എന്ന് ചിന്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനെയാണ്. എന്നാൽ കേരളം കേന്ദ്രത്തെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ബന്ധപ്പെടാറില്ല. അതാണ് കേന്ദ്രത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ലോക കേരള സഭ പോലുള്ള ചടങ്ങുകൾ നടത്താനുള്ള അധികാരം കേരള സർക്കാരിനില്ല. എന്നിട്ടും കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളം ഈ പരിപാടികൾ നടത്തുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് മുൻപോ പിൻപോ മുഖ്യമന്ത്രിയോ പരിവാരങ്ങളോ കേന്ദ്രമായി കൂടിയാലോചനകൾ നടത്താറുമില്ല. കേരളത്തിന്റെ വിദേശ താല്പര്യങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിക്കുള്ളത് മകളുടെ വിദേശ ബിസിനസ് ബന്ധങ്ങളാണ് എന്നാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. മുൻപ് M ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹമാണ് മകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരുന്നത്. മുഖ്യമന്ത്രിയെ സഹായിച്ച് അദ്ദേഹം വഴിയാധാരമായി. ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ആ മനുഷ്യന്റെ ഗതി വാസുകിക്കും വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാൽ വാസുകിയെ അത്ര എളുപ്പം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിധേയയാക്കാൻ കഴിയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ശിവശങ്കറിന് മുഖ്യമന്ത്രിയുമായുള്ള വ്യക്തിബന്ധമാണ് വിനയായത്. മുഖ്യമന്ത്രിയുടെ എല്ലാ ഉഡായിപ്പുകൾക്കും നേതൃത്വം നൽകിയ M ശിവശങ്കറിനെ മുഖ്യമന്ത്രി തേച്ചെന്ന് പറഞ്ഞാൽ മതി. എല്ലാ ശിവശങ്കറിനെയും തലയിൽ ചാരി രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഒടുവിൽ സ്വപ്ന സുരേഷ് മാത്രമല്ല, പിണറായിയും രക്ഷപ്പെട്ടു. അകത്തായത് ശിവശങ്കർ മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങളാണ് സ്വപ്ന ഉന്നയിച്ചത്. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ 2016-ലാണ് താൻ ശിവശങ്കറിനെ പരിചയപ്പെടുന്നതെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. തുടക്കത്തിലെ സൗഹൃദം ഒരു വർഷത്തിനകം അടുത്തൊരു ആത്മബന്ധമായി മാറി. 2016-ൽ ദുബായിലേക്ക് മുഖ്യമന്ത്രി മറന്നുവെച്ച ബാഗ് ശിവശങ്കർ പറഞ്ഞ പ്രകാരം താൻ കടത്തി നൽകിയെന്നും അതിൽ കറൻസി ആയിരുന്നുവെന്നും സ്വപ്ന തന്റെ ആത്മകഥയിൽ പറയുന്നു. മുഖ്യമന്ത്രി ഈ ബാഗ് മറന്നുവെച്ചെന്നാണ് ശിവശങ്കർ പറഞ്ഞത്. എന്നാൽ യാദൃശ്ചികമായി മറന്നുവെച്ചതാണോ അതോ മനഃപൂർവ്വം മറന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും സ്വപ്നയുടെ പുസ്തകത്തിൽ പറയുന്നു. ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. ബാഗ് മറന്നുവെച്ചതല്ല, മറന്നുവെപ്പിച്ചതാണെന്ന് സംശയം പുസ്തകം അവശേഷിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പണമടങ്ങുന്ന ബാഗുമായി വരുന്നത് റിസ്ക്
ഒറ്റക്കാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശിവശങ്കർ തന്നെ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു ഇതെന്ന് സ്വപ്ന മുൻപ് അടുപ്പക്കാരോട് വ്യക്തമാക്കിയിരുന്നു. ശിവശങ്കറുമായുള്ള ബന്ധത്തിന്റെ ഉള്ളറകളിലേക്കും പുസ്തകത്തിൽ സ്വപ്ന കടന്നു ചെല്ലുന്നുണ്ട്. തന്നെ പാർവതി എന്നാണ് ശിവശങ്കർ വിളിച്ചത്. ഒരു കൗമാരക്കാരനെ പോലെ ഭ്രാന്ത് പിടിപ്പിച്ചതായിരുന്നു ശിവശങ്കറിന് എന്നോടുള്ള പ്രണയം. തന്റെ പ്രണയം നേടാനും നിലനിർത്താനും എന്ത് വില കൊടുക്കാനും എത്ര വേണമെങ്കിലും താഴാനും ശിവശങ്കർ തയ്യാറായിരുന്നു. ഇത്രയേറെ അധികാരങ്ങളും പദവികളും ഉള്ള ഒരാൾ ഒരു കൗമാരക്കാരനെ പോലെ പ്രണയാതുരനാവുന്നതും കരയുന്നതും വാശി പിടിക്കുന്നതുമൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുകയും സ്വർണ്ണക്കടത്ത് കേസ് വിവാദത്തിലായി കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ഞാൻ എൻഐയുടെ പിടിയിലാവും വരെ ശിവശങ്കറിന് പാർവതിയായിരുന്നുവെന്നും സ്വപ്ന ഓർത്തെടുക്കുന്നു. പുസ്തകത്തിന്റെ ഒരു അധ്യായത്തിന് ശിവശങ്കറിന്റെ പാർവതി എന്നാണ് സ്വപ്ന നൽകിയ പേര്. സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ അനുഭവങ്ങളും നിലപാടുകളും വ്യക്തമാക്കിക്കൊണ്ട് നേരത്തെ എം ശിവശങ്കർ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് എന്ന കഥാപാത്രത്തെ വെച്ച് അശ്വത്ഥാമാവ് വെറും ഒരു ആന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. സമാനമായ നിലയിൽ മഹാഭാരതത്തെ കൂട്ടുപിടിച്ച് ചതിയുടെ പത്മവ്യൂഹം എന്നാണ് സ്വപ്ന സുരേഷ് പേരിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് IT ഹബ്ബ് തുടങ്ങാൻ ഷാർജ രാജകുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഒരാരോപണം. ക്ലിഫ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. രാജകുടുംബം എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് ഷാർജയിൽ IT ഹബ്ബ് തുടങ്ങാനുള്ള അവസരം ഒപ്പിടിച്ചെടുക്കണമെന്ന് ശിവശങ്കറാണ് തന്നോട് നിർദ്ദേശിച്ചത്. ഇതെല്ലാം ക്ലിഫ് ഹൗസിൽ വെച്ചാണ് സംസാരിച്ചത്. അന്നത്തെ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയും ശിവശങ്കറുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കൂടാതെ രാജകുടുംബം വരുമ്പോൾ എങ്ങനെ പെരുമാറണം, ആതിഥ്യ മര്യാദകൾ എങ്ങനെയെന്നൊക്കെ കമലയെയും വീണയെയും പറഞ്ഞു പഠിപ്പിക്കുന്നതിനായി അനൌദ്യോഗികമായ സന്ദർശനങ്ങളും താൻ ക്ലിഫ് ഹൗസിൽ നടത്തിയെന്ന് വീണ ആരോപിച്ചു. ഇതിന്റെ എല്ലാം തെളിവുകൾ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് IT ഹബ്ബ് തുടങ്ങാൻ സ്പോൺസറായി ഒരുപാട് വലിയ വിദേശ വ്യവസായികളെ കിട്ടും. പക്ഷേ അതിലെ ഇടപാടുകൾ ഇവിടെ ചർച്ചയാകും. ഷാർജ രാജകുടുംബത്തിലെ ഒരാൾ സ്പോൺസറായാൽ അതിന് വലിയ പരിരക്ഷ ലഭിക്കും. രഹസ്യങ്ങളൊന്നും കണ്ടെത്താൻ ആർക്കും സാധിക്കില്ല. ഹെർ ഹൈനസിന് നൽകാനായി ആഭരണ പെട്ടി വരെ കരുതി വെച്ചിരുന്നു. എന്നാൽ അവർ ഗവർണറുടെ അതിഥികളായിരുന്നതിനാൽ ടൂർ പ്രോഗ്രാമുകളിൽ ക്ലിഫ് ഹൗസ് ഉൾപ്പെട്ടില്ല. ആ സാഹചര്യത്തിലാണ് ശിവശങ്കറിന്റെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശപ്രകാരം ഷെയ്ഖിന്റെ വാഹന വ്യൂഹത്തെ റീറൂട്ട് ചെയ്ത് ക്ലിഫ് ഹൗസിലേക്ക് എത്തിച്ചത്. എന്നാൽ കമലയുടെ അമിതാവേശവും പെരുമാറ്റ രീതിയും ഹെർ ഹൈനസിന് ഇഷ്ടമായില്ല. സമാനമായി കരുതിയ ആഭരണപ്പെട്ടി സ്വീകരിച്ചില്ലെന്നും സ്വപ്നയുടെ ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകത്തിൽ പറയുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സ്വപ്നയുടേതായി പുറത്തു വന്ന സംസ്ഥാന സർക്കാരിൽ ആർക്കും സ്വർണ്ണക്കടത്തിലെ ബന്ധമില്ലെന്ന ശബ്ദരേഖ സർക്കാരിന്റെ തന്നെ സമ്മർദ്ദ ഫലമായി നൽകിയതാണെന്ന് പുസ്തകത്തിൽ സ്വപ്ന കുറ്റപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളിലും KT ജലീൽ, നളിനി നെറ്റോ തുടങ്ങിയവർക്കെല്ലാം അറിവുണ്ടായിരുന്നുവെന്ന് പുസ്തകത്തിൽ പറയുന്നു. എന്നാൽ CPMന്റെ സാധാരണ പ്രവർത്തകർ തീർത്തും നിരാശരാണ്. തങ്ങൾ കെട്ടിപ്പൊക്കിയ ബിംബം വീണുടയുന്നതിൽ അവർ അസ്വസ്ഥരാണ്. അതേസമയം ശിവശങ്കർ ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ കമാന്നൊരക്ഷരം സംസാരിക്കുന്നില്ല. സംസാരിച്ചാൽ മുഖ്യമന്ത്രിയുടെ കൊട്ടാരം തകർന്നു വീഴും. ശിവശങ്കർ സംസാരിക്കില്ല മുഖ്യമന്ത്രിക്കും ഉറപ്പുണ്ട്. കാരണം ശിവശങ്കറിന്റെ ചരട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഭദ്രമാണ്. മുൻപ് ശിവശങ്കർ ജോലിയിൽ നിന്ന് നിർബന്ധിത വിരമിക്കൽ ശ്രമിച്ചതാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അന്ന് ശിവശങ്കറിന്റെ ഭയമായിരുന്നു. എന്നാൽ ശിവശങ്കറിന്റെ തലയിൽ ആരോപണങ്ങൾ കെട്ടിവെച്ചില്ലെങ്കിൽ തന്റെ നേർക്ക് ആരോപണത്തിന്റെ മുൾമുന ഉയർന്നു വരാമെന്ന് മുഖ്യമന്ത്രി കരുതി. വിവാദങ്ങൾ കെട്ടടങ്ങിയ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. മുൻ സെക്രട്ടറിയെ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിലും പിണറായി എറിഞ്ഞുകൊടുത്തു. ക്ലിഫ് ഹൗസിൽ നടന്ന രാജകുടുംബത്തിന്റെ ചർച്ച ഉൾപ്പെടെ എല്ലാം ആസൂത്രണം ചെയ്തത് ശിവശങ്കറാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. താനും കുടുംബവും ഇത്തരം ചർച്ചകളിലൊന്നും പങ്കെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് അനുകൂലമാണ്. ചുരുക്കി പറഞ്ഞാൽ വീണ വിജയനെ IT സംരംഭകയാക്കാനുള്ള ധൃതി ശിവശങ്കറിനാണെന്ന് തോന്നിപ്പോകും. മുമ്പുള്ളതുപോലെ ബുദ്ധിപൂർവ്വമാണ് മുഖ്യമന്ത്രി ഇക്കുറിയും പെരുമാറിയിട്ടുള്ളത്. ഒന്നിലും തന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ പിണറായി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാസുകിക്കെതിരെ തിരിക്കുന്നതും ഇതേ തന്ത്രമാണ്.